പുയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും വളരെ സിമ്പിളായിട്ട് കടന്നു വരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ സാധിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് പറയാൻ പറ്റും, അത് വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം പലതരത്തിലുള്ള പൂജകളും ഹോമങ്ങളൊക്കെയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ജീവിതത്തിനൊരു ട്രാക്ക് കിട്ടിയെന്ന് ഞാനെപ്പോഴും അവകാശപ്പെടുന്നു. അതൊരു സത്യമായ കാര്യമാണ്. പക്ഷെ ഇതെനിക്ക് മുന്നേ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വർഷങ്ങളോളം ഇത് തെറ്റാതെ നമ്മൾ ചെയ്തു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് അത് തീർക്കാനായിട്ട് നടക്കുന്ന അവസ്ഥ നമുക്ക് ആ സമയത്ത് സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല. ആ സമയത്ത് നമുക്ക് പറഞ്ഞ പിടിച്ച പോലെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ആ ജീവിതാനുഭവമായി മാറിയത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും എല്ലാവരുടെ അടുത്ത് പറയുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ, ദൈവമുണ്ടോ ഇല്ലേന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന കോമഡിക്ക് കേട്ട് അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞിരിക്കാതെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ വേഗത്തിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. തവിട് പൊടി ഭസ്മയതിനു ശേഷം നമ്മുടെ കയ്യിൽ പൈസയും ഇല്ല, ആരോഗ്യവും ഇല്ല, സമയവും ഇല്ല, ആൾക്കാരും ഇല്ല, എന്നിട്ട് നമ്മൾ രക്ഷപ്പെടാൻ നോക്കിയാൽ രക്ഷപ്പെടണം നിർബന്ധമില്ല. പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഒരു ഇമീഡിയറ്റ് സൊല്യൂഷനായിട്ട് പൂജകളൊക്കെ പറയാറുണ്ട്. അതുപോലെ ധരിക്കാനുള്ള പല കാര്യങ്ങളും അവരോട് പറയാറുണ്ട്. അതൊക്കെ അവർ ചെയ്തിട്ട് ചില കാര്യങ്ങൾ വളരെ ഇതാണെങ്കിൽ, ഭയങ്കര കടുത്തതാണെങ്കിൽ അവരോട് ആ സാഹചര്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും മാറി നിന്ന് വേറെ കർമ്മ മേഖല ചെയ്യാനായിട്ട് പറയാറുണ്ട്, ശ്രമിക്കാൻ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ആത്മഹത്യ ഒഴിവാക്കാനായിട്ട് ഗുണം ചെയ്യും. നമ്മൾ വളരെ മോശപ്പെട്ട സാഹചര്യം, അതായത് ഒരു കിണറ്റിലിറങ്ങി ആ കിണറ്റിലെ വെള്ളത്തിൽ മുഴുവൻ ഇറങ്ങി നിന്ന് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശ്വാസം ആദ്യം കിട്ടുക എന്നുള്ളതാണ്. അതിനുശേഷം കിണറിൻ്റെ മുകളിലേക്ക് വരിക, അതിനുശേഷം നമ്മൾ ഭൂമിയെ കാണുക, നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അതങ്ങനെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ നിന്ന് ഒറ്റയടിക്ക് ലിഫ്റ്റിൽ കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മളിപ്പോൾ എത്ര വലിയ പ്രശ്നത്തിലാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് മനസ്സിലാക്കി അതിനുള്ള വഴികൾ കണ്ടെത്തുക, വിജയിക്കുക.